കൊൽക്കത്തയിലെ മാനഭംഗ കേസിൽ ബഹുജന പ്രതിഷേധവുമായി ബി.ജെ.പി. പ്രതിഷേധിച്ച നേതാക്കളെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാറും പ്രതിഷേധത്തിൽ. മാനഭംഗ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ബി.ജെ.പി. 4-അംഗ സമിതിയെ നിയോഗിച്ചു. അതേസമയം പെൺകുട്ടി ക്രൂരപീഡനത്തിന് ഇരയായി എന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കഴുത്തിനു ചുറ്റും കൂടുതൽ പരിക്ക്. ബലപ്രയോഗം നടന്നു എന്നതിനും തെളിവ്. വിരളമായ ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, പ്രതിഷേധത്തെയും അടിച്ചമർത്തുന്ന സമീപനം തന്നെയാണ് മമതാ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? ഒരു കാര്യം ബംഗാളിൽ നടക്കുന്നത് കേന്ദ്രമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത്, ഒരു പ്രതിഷേധം നടത്തിയ കേന്ദ്രമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് ഇന്ന് ബംഗാളിൽ കാണാൻ കഴിഞ്ഞത്. അതും ഇന്ന് ഈ പ്രതിഷേധം നടന്നത് അവിടെ ഒരു പെൺകുട്ടി ക്രൂര പീഡനത്തിന് ഇരയായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. പക്ഷെ അതിനെ അടിച്ചമർത്തുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിലവിൽ പ്രതിഷേധം വീണ്ടും തുടരും എന്ന് തന്നെയാണ് ബി.ജെ.പി. അറിയിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചൂണ്ടിക്കാണിക്കുന്നത് തുടർച്ചയായി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ബംഗാളിൽ കൂടി വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ മമതാ സർക്കാർ രാജിവെക്കണം. ഇതാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്രൂര പീഡനത്തിന് പെൺകുട്ടി ഇരയായി എന്നുള്ളതാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, കഴുത്തിന് ചുറ്റും വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ശരീരത്താകമാനം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നു. 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ ഒരാൾ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി നേതാവാണ്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള മമതാ സർക്കാരിന്റെ നീക്കം, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നീക്കം ഫലം കാണില്ല. കാരണം കൃത്യമായ രീതിയിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. ഒപ്പം ബി.ജെ.പി. 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് തൃണമൂൽ നേതാക്കൾ സ്വീകരിക്കുന്നതിനൊപ്പം ഈ ഇരയെ അധിക്ഷേപിക്കുന്ന സമീപനവും, അല്ലേ? ബി.ജെ.പി. ഇതിനോടകം ഒരു 4-അംഗ സമിതിയെ വെച്ചിട്ടുണ്ട്. അതിൽ മീനാക്ഷി ലേഖി, വിപ്ലബ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഇക്കാര്യം അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് ബി.ജെ.പി. നേതൃത്വത്തിന് കൈമാറുക എന്നുള്ളതാണ് ഇവർക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യം. അതേസമയം തന്നെ ഇന്ന് കല്യാൺ ബാനർജി എം.പി., തൃണമൂൽ കോൺഗ്രസിന്റെ എം.പി.ആണ്. ഈ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത്, ഒപ്പം പഠിക്കുന്ന ഒരു സുഹൃത്ത് തന്റെ തന്നെ ഒരു സുഹൃത്തിനെ പീഡിപ്പിച്ചു, അതിലിപ്പോൾ പോലീസിന് എന്ത് ചെയ്യാനാണ്? പോലീസ് സദാസമയവും ഈ ക്യാമ്പസിനുള്ളിൽ പോയി നിൽക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. മനസ്സിലാക്കേണ്ടത്, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗ കൊലപാതകം നടന്നിട്ട് 6 മാസം തികയുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.